ബാക്ക് ടു കറി വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കൂടി വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് പൊട്ടറ്റോ, പിന്നെ സവാള ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 അല്ലി വെളുത്തുള്ളിയും. അപ്പോൾ നമുക്കിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് താളിക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓപ്ഷനിലാണ്. ഞാൻ സാധാരണ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്, ചിലവരൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളകും സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിൽ ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ചധികം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 10ഓളം പച്ചമുളക് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സവാള എല്ലാം ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇത്. അപ്പം സവാളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം വിട്ട് വഴറ്റി കൊടുക്കരുത്, കാരണം മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ട ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യം ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങിനും കാട്ടി കുറച്ചും കൂടി വേവുണ്ട് ക്യാരറ്റിന്, അതുകൊണ്ടാണ് ആദ്യം ക്യാരറ്റ് ചേർത്തത് കേട്ടോ. അപ്പോൾ രണ്ടാമത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ കണ്ടോ എന്ത് കളർഫുള്ളാണ്, കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ നമുക്കിത് വെച്ച് കൊടുത്ത് വിടാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ക്യാരറ്റും സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ആവിയിലൊന്ന് ചൂടാക്കി എടുക്കാം. അത് കാരണം ക്യാരറ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ ഒരുവിധം ഒന്ന് വേവ് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോരുത് കേട്ടോ, ചെറുത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു 2-3 മിനിറ്റ് മാത്രമേ അത് അടച്ച് വെച്ച് കൊടുക്കാവൂ. വെള്ളമൊന്നും ചേർക്കുകയേ ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് നമുക്ക് യോജിപ്പിച്ച്, ഇതിൽ പ്രത്യേകിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യത്തിന് എരിവ് കിട്ടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ക്യാരറ്റൊക്കെ നമുക്ക് വെറുതെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മിക്കവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഈ മെഴുക്കുരട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ മെഴുക്കുരട്ടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മെഴുക്കുരട്ടി റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ.